ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തതെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ CWC രാഹുൽ ഗാന്ധിയോട് ഏകകണ്ഠമായി അഭ്യർത്ഥിച്ചതായി കെ.സി. വേണുഗോപാൽ MP വ്യക്തമാക്കിയിരുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെടണമെന്നായിരുന്നു CWCയുടെ ആഗ്രഹമെന്ന് യോഗത്തിനു ശേഷം കോൺഗ്രസ് MP കുമാരി സെൽജയും പ്രമോദ് തിവാരിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. 140 കോടി ജനങ്ങളുടെ ആവശ്യമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുകയെന്നതെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും ചരിത്രപരമായ വഴിത്തിരിവുകളായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തയും യുക്തിത്വവും യാത്രകളിൽ പ്രതിഫലിച്ചു. ലക്ഷക്കണക്കിന് പ്രവർത്തകരിലും കോടിക്കണക്കിന് വോട്ടർമാരിലും ഇത് വിശ്വാസം വളർത്തി. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ, ദളിതർ, ആദിവാസികൾ, OBC-ക്കാർ തുടങ്ങി എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ആശങ്കകൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്രകളാണ് 5 ന്യായ് 25 ഗ്യാരണ്ടി പദ്ധതിക്ക് കാരണമായതെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായും CWC പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരവങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി MP-യായി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന ഉയർത്തിക്കാണിച്ചാണ് രാഹുൽ ദൃഢപ്രതിജ്ഞയെടുത്തത്. BJP MP ഛത്രപാൽ സിംഗ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഹിന്ദു രാഷ്ട്രം എന്ന് വിളിച്ചതും അസദുദ്ദീൻ ഒവൈസി ജയ് ഫലസ്തീൻ എന്ന് പറഞ്ഞതും സഭയിൽ വലിയ ബഹളത്തിനിടയാക്കി. പ്രതിപക്ഷത്തിന്റെ വലിയ ഊർജമായി മാറുകയായിരുന്നു 18ാമത് ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചപ്പോൾ ജോഡോ ജോഡോ ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യം മുഴങ്ങി. അതിനിടെ BJP അംഗങ്ങൾ ജയ് ശ്രീറാം മുഴക്കി. ഭരണപക്ഷത്തെ നോക്കിയും രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിക്കാണിച്ചു. രാഹുലിനു ശേഷം അമേഠിയിൽ നിന്നുള്ള കിഷോരിലാൽ ശർമ്മയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കനൌജ് MP-യായി അഖിലേഷ് യാദവും സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈദരാബാദിൽ നിന്നും വിജയിച്ച AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഫലസ്തീൻ മുദ്രാവാക്യം വിളിച്ചതാണ് ഭരണപക്ഷത്തെ ചോടിപ്പിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായി തന്നെ ഇന്ത്യ മുന്നണി യോഗത്തിലാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത്. കുറച്ചു നാളുകളായി തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകണമെന്ന് യോഗത്തിലുള്ളവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു ആഗ്രഹം അദ്ദേഹം ഇപ്പോൾ നിറവേറ്റി എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ 140 കോടി ജനങ്ങളുടെ ആവശ്യമാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുകയെന്നത് കെ.സി. വേണുഗോപാൽ പറഞ്ഞിരുന്നു. അതാണിപ്പോൾ സാധിച്ചത്.